ഹായ് ഗൈസ്, ഇതാണ് എൻ്റെ പുതിയ പി സി. നിങ്ങൾ ഫോട്ടോ കണ്ടാണ് ഇൻസ്റ്റാഗ്രാമിൽ ഇട്ടത്. ഗൈസ്, ഈ പി സി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഒരു ഡ്രീം കം ട്രൂ ആണ്. ഇത് ഈ ക്യാബിനറ്റിൻ്റെ ഒരു വീഡിയോ ആണ്. എന്തുകൊണ്ട് ഈ ക്യാബിനറ്റ് എടുത്തു എന്നുള്ളതിൻ്റെ ഒരു വീഡിയോ ആണ്. ഗൈസ്, ഇത് ഹൈറ്റ് Y70 ടച്ച് ഇൻഫിനിറ്റി. ഈ ക്യാബിനറ്റ് ചൂസ് ചെയ്യാനുള്ള മെയിൻ കുറച്ച് കാര്യങ്ങളുണ്ട്. അതിൽ ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഫ്രണ്ടിൽ കാണുന്ന ഡിസ്പ്ലേ തന്നെയാണ്. ഇതിൽ വരുന്ന ഡിസ്പ്ലേന്റെ റെസൊല്യൂഷൻ പറഞ്ഞു കഴിഞ്ഞാൽ 682x2560 ആണ്. 2.5K റെസൊല്യൂഷൻ ആണ് വരുന്നത്. 60 Hz റിഫ്രഷ് റേറ്റ് ആണ് ഈ സ്ക്രീൻ വരുന്നത്. ഇതിലുള്ള ഡിസ്പ്ലേയും കാര്യങ്ങളും ഒക്കെ ഇങ്ങനെ വരുമ്പോഴത്തേക്കും നമുക്ക് വട്ട സ്മൂത്ത് ആയിട്ട് തോന്നും. പിന്നെ ഈ ഡിസ്പ്ലേയിൽ ഒരു ഗുണം എന്ന് പറഞ്ഞാൽ ഈ ഡിസ്പ്ലേയിൽ നമുക്ക് ഇതിന്റെ സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ നെക്സസ് എന്ന് പറയുന്ന OS ഉണ്ട്. ഇതിന് അതിൻ്റെതായ തന്നെ ഒരു OS ഉണ്ട്. ഇതൊരു കമ്പ്യൂട്ടർ പോലെ തന്നെയാണ് ഈ സാധനം. എനിക്ക് ആസ് എ സ്ട്രീമർ ഇതിൽ നമുക്ക് ഇവിടെ വിഡ്ജറ്റ്സ് ഒക്കെ ആഡ് ചെയ്യാൻ പറ്റും. നമ്മൾ യൂട്യൂബിൽ ഒരു സ്ട്രീം ചെയ്യുന്ന സോഫ്റ്റ്വെയർ ആണ് OBS. അപ്പോൾ അതിന്റെ ഒരു വിഡ്ജറ്റ് ഒക്കെ ഇവിടെ ഇട്ട് കഴിഞ്ഞാൽ ചാർട്ട് സ്ട്രീം, ടോപ്പ് സ്ട്രീം, സീൻസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ഓരോന്നും സെലക്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതാണ് ഹൈറ്റിന്റെ സോഫ്റ്റ്വെയർ. ഈ സോഫ്റ്റ്വെയർ ഇങ്ങനെ ലോഞ്ച് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ സ്ക്രീനിൽ ഉടനെ തന്നെ നെക്സസിന്റെ OS ഓൺ ആവും. എന്താണെന്ന് വെച്ചാൽ ഞാൻ ഈ സെറ്റിംഗ്സിൽ നെക്സസ് OS ഓൺ ആക്കി കൊടുത്തിട്ടുണ്ട്. അതേപോലെ ഫേസസിൻ്റെ അകത്ത് നമുക്ക് കയറിയിട്ട് നമുക്ക് OBS ഇതാണ്ട് ഞാൻ യൂസ് ചെയ്യുന്ന സ്ട്രീമിംഗ് സോഫ്റ്റ്വെയർ ആണ്. ഇതിങ്ങനെ ആഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇതിങ്ങനെ ഇവിടെ വന്ന് കിടക്കും. ഇത് എനിക്കിപ്പോൾ മാറ്റി വയ്ക്കണമെങ്കിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് പിടിച്ചിട്ട് റീഅറേഞ്ച് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടമുള്ളിടത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഇത് മാറ്റി വയ്ക്കാനും പറ്റും. എന്നിട്ട് ഡണ്ണ് താഴെ കൊടുത്താൽ മതി. കിഡിലെ ഒരു റെസ്പോൺസീവ് ടച്ച് സ്ക്രീനാണ്. 60 Hz ആണ് റിഫ്രഷ് റേറ്റ് വരുന്നത്. അതേപോലെ ഇതിൻ്റെ വാൾപേപ്പർ മാറ്റാനായിട്ട് വാൾപേപ്പറിൽ സെറ്റിങ്സിൽ കയറി കഴിഞ്ഞാൽ നമ്മുടെ തീമിനൊത്ത വാൾപേപ്പറും കാര്യങ്ങളും ഇടാം. ക്ലിക്ക് ചെയ്ത ഉടനെ ഡൗൺലോഡ് ആവും. അത് നേരെ അതാണ്ട് ആബ്സല്യൂട്ട്ലി കൊടുത്തു കഴിഞ്ഞാൽ അവിടെ അപ്പം തന്നെ അത് വരും. ഇത് വന്നിട്ട് ഒരു ഡ്യുവൽ ചേംബർ മിഡ് ടവർ ATX കേസ് ആണ്. ഇതിൻ്റെ വോളിയം, ഇത് ടോട്ടൽ വോളിയം ഇത് ഒരു 70.7 ലിറ്റേഴ്സ് ആണ് ഇതിൻ്റെ വോളിയം വരുന്നത്. ഇത്രയും വലിയൊരു ക്യാബിനറ്റ് ആണ് ഇത്. ഇതിൻ്റെ അകത്ത് വയർ മാനേജ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പക്കയായിട്ട് ചെയ്യാൻ പറ്റും. അത് മാത്രമല്ല ലിക്വിഡ് കൂളിംഗ്, കസ്റ്റം ലിക്വിഡ് കൂളിംഗ് ചെയ്യണമെങ്കിൽ തന്നെ ഇത് വിഷയമായിരിക്കും ഈ ഒരു ക്യാബിനറ്റ്. ഇതിൽ ബിൽറ്റ് ഇൻ വെർട്ടിക്കൽ മൗണ്ട് വരുന്നുണ്ട്. അതും PCI 4 ആണ് വരുന്നത്. അപ്പോൾ ഗ്രാഫിക് കാർഡ് വയ്ക്കാൻ വേണ്ടി നമുക്കൊരു 8,000-6,000 രൂപ നല്ലൊരു വെർട്ടിക്കൽ മൗണ്ട്, ആ പൈസ ഇതിൽ ലാഭിക്കാം. എന്ന് വെച്ചാൽ ക്യാബിനറ്റിൽ ഇൻക്ലൂഡഡ് ആണ്. ഇതിൻ്റെ എടുത്ത് പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്തുള്ള ഒരു എയർ ഫ്ലോ തന്നെയാണ്. ഇതിൻ്റെ അകത്ത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നിന്നാണ് ഇൻടേക്ക് ഫാൻസ് വെച്ചേക്കുന്നത്. ഇവിടെ നിന്ന് വന്ന് ഈ ഒരു ഏരിയ എത്തുമ്പോഴത്തേക്ക് നേരെ മേളിലോട്ട് പോകും. ഇവിടെ 3 റേഡിയേറ്ററിൻ്റെ ഫാൻസ് ഉണ്ട്. ബാക്കി എക്സോസ്റ്റും അവിടെ വെച്ചിട്ടുണ്ട്. എയർ ഫ്ലോ ഇതിൻ്റെ അകത്ത് പക്കയായുണ്ട്. സ്ട്രീം ചെയ്യുന്ന സമയത്ത് ക്രോം റണ്ണിങ് ആയിരിക്കും. സ്ട്രീമിംഗ് സോഫ്റ്റ്വെയർ 2Kയിൽ സ്ട്രീം ചെയ്യായിരിക്കും. അതിൻ്റെ കൂടെ ഗെയിംസും കളിക്കായിരിക്കും. അപ്പോൾ ഇത്രയും ചെയ്യുമ്പോഴത്തേക്കും തന്നെ നേരത്തെ കയറിക്കൊണ്ടിരുന്നതിനേക്കാൾ ഒരു 6-8 ഡിഗ്രി ടെമ്പറേച്ചർ ഡിഫറൻസ് ഇപ്പോൾ ഓൾറെഡി ഉണ്ട് ഈ ഒരു കേസ് മാറിയപ്പോൾ തന്നെ. പിന്നെ ഇതിലെ റേഡിയേറ്റർ സപ്പോർട്ട് എന്ന് വെച്ചാൽ നമ്മൾ ലിക്വിഡ് കൂളിങ്ങിൽ നമ്മൾ റേഡിയേറ്റർ വയ്ക്കുന്നത് 120 mm വരുന്ന ഫാൻസ് ആണെങ്കിൽ നമുക്ക് 360 വരെ വയ്ക്കാൻ പറ്റും മേളിൽ. അതല്ല 140 വരുന്ന ഫാൻ്റെ ആണെങ്കിൽ നമുക്ക് 280 mm വരുന്ന റേഡിയേറ്റർ വയ്ക്കാൻ പറ്റും. എക്സോസ്റ്റ് ഫാൻ വന്നിട്ട് നമുക്ക് ഒന്നുകിൽ 120 വയ്ക്കാം. ഞാൻ ഇപ്പോൾ 120 ആണ് വെച്ചേക്കുന്നത്. 140 സപ്പോർട്ടഡ് ആണ് ബാക്കിൽ. അതേപോലെ സൈഡിലുള്ള ഫാൻസ് 120 ആണെങ്കിൽ 3 വയ്ക്കാം, 140 ആണെങ്കിൽ 2 വയ്ക്കാം. ബോട്ടവും ഇതുപോലെ തന്നെയാണ്. നമുക്ക് 3 ഫാൻസ് വയ്ക്കാം, 120 അല്ലെങ്കിൽ 140 2 വയ്ക്കാം. 32 mm തിക്നെസ് വരെ സപ്പോർട്ടഡ് ആണ് താഴെ. മേളിലാണെങ്കിൽ റേഡിയേറ്ററിന് അവിടെ 68 തിക്നെസ് സപ്പോർട്ടഡ് ആണ്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു ഡയമെൻഷൻസ് ഒക്കെ വരുന്നത്. ഇതിൽ ടോട്ടൽ 10 ഫാൻസ് വരെ വയ്ക്കുക. ഇതിൽ 3 ഇവിടെ, 3 ഇവിടെ, 3 മേളിൽ, ബാക്കിൽ 1. ഈ ഒരു കേസിന് കമ്പനി പറയുന്ന വാറണ്ടി 4 വർഷമാണ്. എല്ലാ സൈഡിലും ടോപ്പ് ബോട്ടം സൈഡിൽ നെറ്റ് ഉണ്ട്. ഡസ്റ്റ് അകത്തോട്ട് ഒരു തുള്ളി പോലും കയറാത്ത രീതിയിൽ ഈ ഒരു ഫ്രെയിമിൽ തന്നെ ഇത് നമുക്കിവിടെ കാണുന്നത് ഇങ്ങനെ ഒരു ഗ്രില്ല് വെച്ചിട്ട് അതിൻ്റെ അടിയിൽ നെറ്റും വരുന്നുണ്ട്. അപ്പോൾ ഒരു തുള്ളി പൊടി പോലും അകത്ത് കയറത്തുമില്ല. നമുക്ക് ഈ ടെമ്പേർഡ് ഗ്ലാസ് ഊരിയിട്ട് റാം മാറ്റാനോ അല്ലെങ്കിൽ പൊടി തുടയ്ക്കാനോ ഒക്കെ ഭയങ്കര എളുപ്പമാണ്. മാഗ്നറ്റിക് ആണ്. ഒരു സ്ക്രൂ പോലും ഇല്ല. ജസ്റ്റ് ഇങ്ങനെ നമ്മൾ പുള്ളി ചെയ്ത് കഴിഞ്ഞാൽ അതിങ്ങനെ ഇളകി വരും. 2 സൈഡിലും അങ്ങനെ തന്നെയാണ്. അത് ഈ കേസിൻ്റെ ഒരു വലിയൊരു ഹൈലൈറ്റ് ആണ് ശരിക്കും പറഞ്ഞാൽ. അതേപോലെ ഈ സ്ക്രീനിൻ്റെ താഴെ നോക്കുമ്പോൾ നിങ്ങൾക്ക് 2 USB, ഒരു 3.5, ഒരു C ടൈപ്പ്, ഒരു പവർ ബട്ടൺ ആണ്. ഇതാണ് ഫ്രണ്ട് പാനലിൽ വരുന്നത്. ഇതൊക്കെ കൊണ്ടാണ് ഞാൻ ഈ കേസ് എടുത്തത്. സോ മെയിനായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ഡിസ്പ്ലേ, എനിക്ക് ഇത് ചുമ്മാ ഒരു ഡിസ്പ്ലേ അല്ല, എനിക്കിത് ഭയങ്കര യൂസാണ്. എനിക്കിപ്പം സ്ട്രീം ചെയ്യുന്ന സമയത്ത് ചാറ്റ് വായിക്കാം, ഇവിടെ OBS വയ്ക്കാം. സ്ക്രീൻ ഡെക്ക് 20-25K ലാഭിച്ചു. അതേപോലെ ഈ വെർട്ടിക്കൽ മൗണ്ട് ഒരു 8K, 6K, 10K റേഞ്ചിൽ പലതിനും പല റേറ്റാണ്. 8K ആവും, ഒരു ആവറേജ് 6 to 8K ആവും. അത് ലാഭിച്ചു ഇതിൻ്റെ കൂടെ തന്നെ ഉണ്ട്. അപ്പോൾ ഇതാണ് ഗൈസ് ഞാൻ ഈ ഒരു കേസ് എടുക്കാനുള്ള ഒരു മെയിൻ റീസൺ. ഗൈസ്, അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇത് ഈ ക്യാബിനറ്റ് എടുക്കേണ്ട ആൾക്കാർ ആരൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 3 ലക്ഷത്തിൻ്റെ മേളിലോട്ടൊക്കെ PC ബിൽഡ് ചെയ്യണവർ ഇത് കൺസിഡർ ചെയ്യാറില്ല. എന്താണെന്ന് വെച്ചാൽ ഈ ക്യാബിനറ്റിൻ്റെ വില വന്നിട്ടൊരു 44-50 ഇടയ്ക്ക് വരും. ഞാൻ എടുത്ത സമയത്ത് 50 അടുപ്പിച്ചായി. അപ്പം ഇതാണ് ഗൈസ് എൻ്റെ ക്യാബിനറ്റ്. വളരെ സാറ്റിസ്ഫൈഡ് ആണ്. താങ്ക് യു ഗൈസ്. അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ബൈ.